പ്രേക്ഷകർ എന്തൊരു മൈൻഡ് സെറ്റിൽ ആണ് ഈ മൂവി പോയി കാണേണ്ടത്? ടിപ്പിക്കൽ യൂഷ്വൽ വിനീത് ശ്രീനിവാസൻ ഫിലിം. ബിക്കോസ് കുറേ ക്ലീഷ ഉണ്ടാവും, കുറേ ക്രിഞ്ച് ഉണ്ടാവും, പക്ഷേ ഡ്രാമയുണ്ട്. പുള്ളിയുടെ സിനിമകളിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ ദർ ഈസ് ലോട്ട് ഓഫ് മ്യൂസിക്. അഗെയിൻ കുറേ പാട്ടുണ്ട്, പുള്ളി എഴുതിയ പാട്ടുണ്ട്, പുള്ളി പാടിയ പാട്ടുകൾ എല്ലാം പുള്ളിയുടെ സിനിമകളിൽ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ പുള്ളി എനിക്ക് തോന്നുന്നു ചില ഏരിയകളിൽ പുള്ളി ഇമോഷണലി അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഏരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ചില സീനുകളിൽ നമ്മളെ കുക്ക് ചെയ്യും. യെസ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനം അതിലുണ്ട്. അങ്ങനത്തെ കുറച്ചധികം മൊമെന്റ്സ് ഉണ്ട്. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു അത്തരം ഒരു 3-4 മൊമെന്റ്സ് മതി ഒരു സിനിമ വിജയിക്കാൻ. അല്ലെങ്കിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു കറക്റ്റ് നമ്മളൊരു ജംഗ്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു ഇന്റർവെൽ ബ്ലോക്ക്, ഒരു ടേക്ക് ഓഫ്, അതിൻ്റെ കൺക്ലൂഷൻ. ഈ 3 ഏരിയ വർക്കായാൽ തന്നെ ആ സിനിമ വർക്കാം. ബാക്കി ഇടയിൽ പോകുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ആൾക്കാർ വിട്ടു നിന്നിരിക്കും. ഈ 3 ഏരിയയിൽ ഇത് കഥയിൽ കറക്റ്റായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ 3 ഏരിയ നല്ല 3 ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്ത 3 ഏരിയയാണ്. പിന്നെ മ്യൂസിക്കലി പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഈ ടിപ്പിക്കൽ യൂഷ്വൽ വിനീത് ശ്രീനിവാസൻ മൂവി. യെസ്, ചേട്ടൻ അറിവ് ആൻഡ് വിസ്ഡത്തിനെ കുറിച്ചിട്ടൊക്കെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. പഴയ ആൾക്കാർക്ക്, എൻ്റെ അച്ഛനടക്കം അറിവ് ഉണ്ട്, പക്ഷെ വിസ്ഡം എന്നുള്ളൊരു സാധനം. അതിലെനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം കേട്ട് ചരിത്രം മൊത്തം കേട്ടിട്ട് ലാസ്റ്റ് ഒരു മുത്തച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. താങ്കൾ ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കണം, പിന്നെന്താണ് എൻട്രൻസ് 3 പ്രാവശ്യം തോറ്റ ആളാണോ വിസ്ഡം ആൻഡ് അറിവിനെ കുറിച്ച് പറയാന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യനെ ചേട്ടൻ എങ്ങനെ നോക്കി കാണുന്നു എന്ന് വെച്ചാൽ, ഇത്രയും പറഞ്ഞിട്ടും they are not ready to accept. അല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഒരാൾ പുള്ളിക്ക് അതിപ്പോൾ ചില ശ്രീനിവാസൻ ഫാൻസ് ഉണ്ടാവും. അവിടെ 2 ടൈപ്പ് ഓഫ് ഫാൻസ് ഉണ്ടായിരുന്നു. ഒന്ന് പുതിയ ജനറേഷനിലെ ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് പഴയ ജനറേഷനിൽ അച്ഛനെ ഇഷ്ടപ്പെടുന്ന. അല്ലെങ്കിൽ അല്ല, ഞാനത് അങ്ങനെയൊന്നുമല്ല. ബിക്കോസ് അവിടുത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ അവിടെ ആ ടോപ്പിക് ആരും ശ്രദ്ധിച്ചില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ നമ്മളന്ന് സംസാരിക്കാൻ പോയ വിഷയം അച്ഛനും ഏട്ടനും ഇടയിൽ പാവം ഇതായിരുന്നു ടോപ്പിക്. സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയൊന്നും ആയിരുന്നില്ല ടോപ്പിക്. അച്ഛനും ഏട്ടനും ഇടയിൽ ഉണ്ടായിട്ടുള്ള. അപ്പോൾ എനിക്ക് അനൂപേട്ടൻ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലൊക്കെ ഉള്ള പണ്ട് കൈരളിയുടെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത അനൂപേട്ടൻ. അപ്പം എനിക്ക് പുള്ളിയായിട്ട് കുറേ 10-20 വർഷത്തെ പരിചയവും ബന്ധമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പുള്ളി ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ച അച്ഛനുമായിട്ടുള്ള പഠനകാലത്തുണ്ടായിട്ടുള്ള പ്രശ്നം, ഫ്രിക്ഷൻ, ഇതൊക്കെയാണ് പുള്ളി ചോദിച്ചത്. അന്ന് ഈ ഫ്രിക്ഷൻ വന്ന ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വന്ന ദിവസം ഉണ്ടായ സംസാരത്തിന് കോൺവെർസേഷനാണ് ഞാൻ അന്ന് കോട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞു വെച്ചാൽ അച്ഛൻ എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങൾ പുസ്തകം വായിക്കാത്ത വായനാശീലവും സിനിമ. അപ്പം അതിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം ഒരു നോളജ് ഗെയിൻ ചെയ്യും. അപ്പം ഞാൻ പിന്നീട് മനസ്സിലാക്കുന്ന വെച്ചാൽ പുസ്തകം വായിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, നമുക്ക് ഗുണങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും വായനാശീലം വളരെ വളരെ നല്ലതാണ്, അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ആ വായനാശീലം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എഴുത്തുകാർക്ക് അല്ലെങ്കിൽ ഇത് ഒരുപാട് വായിക്കുന്ന പ്ലസ് എന്ന് പറഞ്ഞൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിനും കൂടിയാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ വായനയുടെ ഇമ്പോർട്ടൻസ് ആണ് അവരെടുത്ത് പറയുന്നൊരു വിഷയം. അപ്പം ഞാൻ എടുത്ത് പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ ആ വായനയിലൂടെ നമ്മൾ എന്ത് ഗെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആ വായനയിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്. പക്ഷെ ഞാൻ കണ്ടുവന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വായിക്കുന്ന ആൾക്കാർ ഭയങ്കര ഇൻട്രവേർട്സായി മാറുകയും അവരൊരു ഷെല്ലിനകത്ത് പോവുകയും പിന്നെ ഞാൻ കണ്ട എനിക്കറിയാവുന്ന എനിക്ക് അടുത്ത് നിൽക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വായന പല രീതിയിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പോയിന്റ് അതാണ്. പക്ഷേ ഇൻഫാക്റ്റ് ഒരുപാട് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷെല്ലിനകത്ത് മാത്രം ഒരു ഇൻടോളറൻസ് വരികയും പിന്നെ വായിക്കാത്ത ആൾക്കാരെ കാണുമ്പോഴും ഒരു പുച്ഛവും പരിപാടി, ഇതൊക്കെ സ്വാഭാവികമായി അതാണ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, റെസിലിയൻസിനെ കുറിച്ചും ടോളറൻസിനെ കുറിച്ചും. അപ്പോൾ ഒരുപാട് വായിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട്, ഒരുപാട് വായിച്ച് പുസ്തകം എഴുതുന്ന അച്ഛനെ പോലത്തെ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഈ റെസിലിയൻസും ഈ വായനാശീലം അവർ ആർജിച്ചെടുത്ത പരിപാടിയോട് ഇത് മാത്രം എന്തുകൊണ്ട് ഡെവലപ്പ് ആവുന്നില്ല? ടോളറൻസും റെസിലിയൻസും എന്തുകൊണ്ട് ഇവർക്കില്ല? കാരണം അതിനേക്കാളും ടോളറൻസും റെസിലിയൻസും ഒരു ബുക്കും വായിക്കാത്ത എനിക്കുണ്ട്. കാരണം അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ അണ്ടർ ഡോഗായിട്ടും വീണും ഈ പുച്ഛം കേട്ട് നമ്മളെ പുച്ഛിച്ച് വളർന്നതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ആൾക്കാരെ കാണുമ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ആരോടും തിരിച്ച് പുച്ഛിക്കാൻ തോന്നില്ല. കാരണം നമ്മളെ ഓൾറെഡി പുച്ഛിച്ച് തള്ളിയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്കൊരാളെ തിരിച്ച് പുച്ഛിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരാളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയാനോ തോന്നൂല. പക്ഷെ ഒരുപാട് അറിവുള്ളവന്
മറ്റുള്ളവർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കുത്തി കുത്തി പറയാനും ഒന്ന് വേദനിപ്പിക്കാനൊക്കെ തോന്നും. ഇതിനെക്കുറിച്ചാണ് ഞാൻ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രേ ഉള്ളൂ.